ഏടി ചിക്കു, ആ ടുട്ടു നിന്നെ സൗഹൃദത്തിന്റെ പേരിൽ എപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നീയാണെങ്കിൽ അവൻ കാരണം ഇരട്ടി പണിയെടുക്കുന്നു. അവനെക്കുറിച്ച് ചിന്തിക്കുന്നത് വിട്ടേക്ക്. അവൻ വെറുമൊരു മടിയനും സ്വാർത്ഥനുമാണ്. അവന് നിന്നെക്കുറിച്ച് ഒരു വിചാരവുമില്ല. ഉച്ചസമയമായിരുന്നു. സൂര്യൻ ആഞ്ഞു തിളങ്ങിക്കൊണ്ടിരുന്നു. കഠിനമായ ചൂടിൽ ചിക്കു എന്ന അണ്ണാൻ ടുട്ടു എന്ന മുയലിന്റെ അല്ലെങ്കിൽ വലിയ അണ്ണാന്റെ മാളത്തിനരികിൽ വന്ന് അവനെ വിളിക്കുന്നു. അല്ല ടുട്ടു, നീ ഇപ്പോഴും മാറത്തിനുള്ളിലാണോ? പുറത്തിറങ്ങൂ. നീ രാവിലെ മുതൽ മുഖം പോലും കാണിച്ചില്ലല്ലോ. എന്തുവാ ചിക്കു, നീ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയല്ലോ. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. എടാ, ഉച്ചയായി ടുട്ടു. നിനക്ക് ഭക്ഷണം തേടി പോകണ്ടേ? ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിരുന്നു. എനിക്കുള്ള ഭക്ഷണം ശേഖരിച്ച് ഞാൻ മാടത്തിൽ വെക്കുകയും ചെയ്തു. നീയാണെങ്കിൽ ഇപ്പോഴും മടിയും പിടിച്ചിരിക്കുന്നു. ചിക്കു, നീ പോയതല്ലേ? അപ്പോൾ എനിക്കും കൂടി കുറച്ച് കൊണ്ടുവരാമായിരുന്നില്ലേ? ഒരാൾ പോകുന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമൻ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? നീ തന്നെ പറ. നിന്നെ കൊണ്ട് തോറ്റു ടുട്ടു. ഞാൻ പറയുവാ, ഇത്രയും മടി ഒന്നിനും നല്ലതല്ല കേട്ടോ. ഞാനൊന്ന് ഉറങ്ങിയപ്പോഴേക്കും നീ എൻ്റെ അമ്മയെപ്പോലെ ഉപദേശിക്കാൻ തുടങ്ങിയല്ലോ ചിക്കു. ഇപ്പോൾ ഞാൻ എഴുന്നേറ്റല്ലോ. ഇനി വിശക്കുമ്പോൾ പോയി ഭക്ഷണം കണ്ടെത്തി കഴിച്ചോളാം. ഈ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് എന്ത് കിട്ടാനാണ്? നിന്നെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ എന്തിനാ ഇങ്ങനെ മൂളുന്നത്? ഉത്തരം പറ. പിന്നെ നിനക്ക് എന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. ഇന്നലെ രാത്രി ഞാൻ എത്ര നേരം ഉറങ്ങാതിരുന്നു എന്ന് നിനക്കറിയാമോ? അതുകൊണ്ടാ എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ വൈകിയത്. അതെന്താ? നീ എന്തിനാ രാത്രി ഇത്രയും നേരം ഉണർന്നിരുന്നത്? എന്ത് കഠിനാധ്വാനമാണ് നീ രാത്രി ചെയ്തത്? അത് പിന്നെ ചിക്കു, റിങ്കുവും ബില്ലുവും എന്നെ കൂടെ കൂട്ടിയിരുന്നു. ആ അടുത്തുള്ള ക്യാരറ്റ് തോട്ടത്തിൽ പോയതാ. അവിടെ ഞങ്ങൾ രാത്രി വൈകുവോളം നല്ല മധുരമുള്ള ക്യാരറ്റുകൾ തിന്നു. അതുകൊണ്ട് തിരിച്ചു വരാൻ വൈകി. കൊള്ളാം. അപ്പോൾ ഇതിൽ തെറ്റാരുടേതാണ്? നിന്റേതു തന്നെ. ഇങ്ങനെ വെറുതെ സുഖിച്ച ജീവിതം തള്ളി നീക്കിയാൽ ഒരു ദിവസം നീ തീർച്ചയായും പശ്ചാത്തപിക്കും. നമ്മൾ ജീവിതത്തിൽ ചില നിയമങ്ങൾ പാലിക്കണം. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. നേരത്തെ തന്നെ കഠിനാധ്വാനം ചെയ്ത് ഭക്ഷണം ശേഖരിച്ചു വെക്കണം. ഉഫ്, വീണ്ടും തുടങ്ങിയോ നിന്റെ പ്രസംഗം? ശരി, ഇപ്പോൾ സത്യം പറ ചിക്കു, നീ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉറപ്പായും കാണും. നീ എപ്പോഴും എനിക്ക് കൊണ്ടുവരാറുള്ളതാണല്ലോ. ആ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ മാടത്തിലുണ്ട്. പക്ഷേ ഇത് അവസാനത്തെ തവണയാണ് കേട്ടോ. നാളെ മുതൽ നീ എന്റെ കൂടെ വന്ന് നിനക്കുള്ള ഭക്ഷണം നീ തന്നെ ശേഖരിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. ശരി ശരി, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. ഇപ്പോൾ വാ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ചിക്കു ടുട്ടുവിനെ തന്റെ ചെറിയ മാളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പലപ്പോഴും ചിക്കു ടുട്ടുവിനും കൂടി ഭക്ഷണം ശേഖരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ടുട്ടു വലുതായതുകൊണ്ട് ചിക്കു ശേഖരിച്ച ഭക്ഷണത്തിന്റെ പകുതിയിലധികവും അവൻ തന്നെ തിന്നു തീർക്കുമായിരുന്നു. അയ്യോ ടുട്ടു, കുറച്ച് നോക്കി കഴിക്കൂ. എന്റെ ഭക്ഷണം മുഴുവൻ നീ തന്നെ തീർക്കുമോ? ഓഹോ, ഭക്ഷണം കഴിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ കളിയാക്കുമോ ചിക്കു? പക്ഷേ ടുട്ടു, ഇതിലെനിക്ക് രാത്രി കഴിക്കാനുള്ള ഭക്ഷണവും ഉണ്ടായിരുന്നു. നീ ഇതെല്ലാം കഴിച്ചാൽ എനിക്ക് രാത്രിയിലേക്ക് വീണ്ടും പോകേണ്ടി വരും. അത് നന്നായി. നീ പോയിട്ട് വാ ചിക്കു. നീ നല്ല കഠിനാധ്വാനിയല്ലേ. എനിക്കും കൂടി കുറച്ച് കൊണ്ടുവരണേ. ഇന്ന് എനിക്ക് അത്ര സുഖം തോന്നുന്നില്ല. ഇന്ന് ഞാൻ മുഴുവൻ സമയം വിശ്രമിക്കാൻ പോകുക. ഇത്രയും പറഞ്ഞിട്ടൊട്ടു ബാക്കിയുള്ള എല്ലാ ഭക്ഷണവും കഴിച്ചു തീർക്കുന്നു. എന്നിട്ട് തന്റെ മാളത്തിൽ പോയി വീണ്ടും ഉറങ്ങുന്നു. ഇത് കണ്ട് ചിക്കു അണ്ണാൻ വല്ലാതെ വിഷമിക്കുന്നു. ഈ ടുട്ടു കാരണം എനിക്ക് വീണ്ടും ഭക്ഷണം തേടി പോകേണ്ടി വരും. ഇവൻ സ്വയം ഒരു പണിയും ചെയ്യില്ല. ഇവൻ കാരണം എനിക്ക് 2 ഇരട്ടി പണിയാണ്. ഇത് ചിന്തിച്ചുകൊണ്ട് ചിക്കു വീണ്ടും പുറത്തേക്ക് പോകുന്നു. എന്നാൽ അവൾ എങ്ങോട്ടോ പോകുന്നത് കണ്ട് മിൻറ്റി എന്ന അണ്ണൽ അവളോട് ചോദിക്കുന്നു. അല്ല ചിക്കു, നീ എങ്ങോട്ടായി പോകുന്നത്? നീ ഇപ്പോഴല്ലേ ധാന്യങ്ങളും പഴങ്ങളും ശേഖരിച്ചു കൊണ്ടുവന്നത്? അത് മിൻറ്റി. ടുട്ടു വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി എല്ലാം കഴിച്ചു തീർത്തു.
അതുകൊണ്ട് രാത്രിയിലേക്ക് കുറച്ച് ധാന്യങ്ങളും പഴങ്ങളും ശേഖരിക്കാൻ പോകുക. എന്ത് കൊള്ളാ! ഏടി ചിക്കു, ആ ടുട്ടു നിന്നെ സൗഹൃദത്തിന്റെ പേരിൽ എപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നീയാണെങ്കിൽ അവൻ കാരണം ഇരട്ടി പണിയെടുക്കുന്നു. അവനെക്കുറിച്ച് ചിന്തിക്കുന്നത് വിട്ടേക്ക്. അവൻ വെറുമൊരു മടിയനും സ്വാർത്ഥനുമാണ്. അവന് നിന്നെക്കുറിച്ച് ഒരു വിചാരവുമില്ല. അല്ല മിണ്ടി, നീ വിചാരിക്കുന്നത്ര മോശക്കാരനല്ല ടുട്ടു. പിന്നെ എന്തൊക്കെയായാലും അവൻ എന്റെ കുറെ കാലത്തെ സുഹൃത്തല്ലേ. എനിക്ക് അവനെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്നെങ്കിലും അവന് ബുദ്ധി തെളിയാതിരിക്കില്ല. എന്ത് പക്ഷേ? ശരി, ഞാൻ ഇപ്പോ പോകുക, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്കും ഇരുട്ടാകും. മിൻറ്റിയുടെ വാക്കുകൾ മുഴുവൻ കേൾക്കാതെ തന്നെ ചിക്കു അവിടെ നിന്ന് പോകുന്നു. ചിക്കുവിന്റെയും ടുട്ടുവിന്റെയും സൗഹൃദത്തിൽ അതൃപ്തിയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ചിക്കുവിനുണ്ടായിരുന്നു. കാരണം ടുട്ടു ചിക്കുവിന്റെ നിഷ്കളങ്കതയെ മുതലെടുക്കുകയായിരുന്നു. ഇവിടെ ചിക്കു ഭക്ഷണം തേടി പോയപ്പോൾ ടുട്ടു തന്റെ മാളത്തിൽ കിടന്ന് കൂർക്കം വലിച്ചു ഉറങ്ങുകയായിരുന്നു. പുറത്തുവന്ന് അവന്റെ സുഹൃത്തുക്കളായ റിങ്കുവും ബില്ലുവും വരുന്നു. എടാ ടുട്ടു, നീ ഇപ്പോഴും ഉറങ്ങുകയാണോ? വേഗം പുറത്തിറങ്ങ്. എന്താ നിങ്ങൾ രണ്ടും ഇവിടെയോ? എന്തിനാ? എടാ ടുട്ടു, ഞങ്ങളൊരു കാര്യം അറിഞ്ഞു. കാടിന് പുറത്ത് നല്ലൊരു കാരറ്റ് തോട്ടമുണ്ട്. നമുക്ക് അവിടെ പോകണം. എന്ത്? കാടിന് പുറത്തോ? അപ്പോൾ അത് കുറേ ദൂരമുണ്ടാകുമല്ലോ. അതെ, ദൂരമുണ്ട്. പക്ഷേ നല്ല മധുരമുള്ള കാരറ്റുകളാണ് അവിടെ. അല്ല, ഇന്നലെയും നിങ്ങൾ എന്നെ കുറേ ദൂരം നടത്തിച്ചില്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ സ്ഥിതിക്ക് നിങ്ങൾ തന്നെ പോയി കഴിച്ചോ. എനിക്കും കൂടി കുറച്ച് കൊണ്ടുവരണേ. നിങ്ങൾ കേട്ടിട്ടില്ലേ, 3 പേരായാൽ പണി പാളും എന്ന്? എടാ ടുട്ടു, നീ ഞങ്ങളെ ആ പാവം ചിക്കുവിനെ പോലെയാണോ വിചാരിച്ചത്? അവളുടെ പോലെ നിന്റെ എല്ലാ പണിയും ഞങ്ങൾ ചെയ്യില്ല. നിനക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ, ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങൾ പൊക്കോ, എനിക്ക് വരണ്ട. എനിക്കിപ്പോൾ അതിന്റെ ആവശ്യമില്ല. എന്തായാലും എന്റെ രാത്രി ഭക്ഷണത്തിനുള്ള വക ചിക്കു കൊണ്ടുവന്നോളൂ. പിന്നെ ഞാൻ എന്തിനാ വെറുതെ അത്ര ദൂരം നടക്കുന്നത്? ഇത്രയും പറഞ്ഞിട്ടുട്ടു വീണ്ടും തന്റെ മാളത്തിനുള്ളിലേക്ക് കയറി കൂർക്കം വലിച്ചു ഉറങ്ങുന്നു. ഇവനെ കൊണ്ട് തോറ്റ്. നടക്ക് ബില്ലു, നമുക്ക് പോകാം. നടക്ക്. ഇവൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് ഈ മടിയന് പിന്നെ മനസ്സിലാക്കിക്കോളും. ബില്ലുവും റിങ്കുവും അവിടെ നിന്ന് പോകുന്നു. ടുട്ടു രാത്രി വരെ സുഖമായി ഉറങ്ങുന്നു. വിശപ്പ് അനുഭവപ്പെട്ടപ്പോൾ അവൻ വീണ്ടും എഴുന്നേറ്റ് ചിക്കുവിന്റെ മാളത്തിനരികിൽ എത്തുന്നു. ചിക്കു, ഓ ചിക്കു. എന്നാൽ ഉള്ളിൽ നിന്ന് മറുപടിയൊന്നും വന്നില്ല. ചിക്കു, ഇവൾ ഈ രാത്രിയിൽ എവിടെ പോയി? എനിക്ക് നല്ല വിശക്കുന്നു. ചിക്കു! അപ്പോൾ ചിക്കു വീട്ടിനുള്ളിൽ നിന്നല്ല, മറിച്ച് ഭക്ഷണം ശേഖരിച്ച് പുറത്തുനിന്ന് വരികയായിരുന്നു. അവളുടെ അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാകുമായിരുന്നു അവൾക്ക് വയ്യ എന്ന്. അല്ല ചിക്കു, നീ എവിടെ പോയതായിരുന്നു? എനിക്ക് എത്ര വിശക്കുന്നുണ്ടായിരുന്നു എന്ന് നിനക്കറിയാമോ? നീ എന്തിനാ ഇത്രയും രാത്രി വരെ കറങ്ങി നടന്നത്? എന്ത്? അല്ലല്ല, ഞാൻ വെറുതെ കറങ്ങി നടക്കുകയായിരുന്നില്ല. ഭക്ഷണം ശേഖരിക്കുകയായിരുന്നു ടുട്ടു. കാട്ടിൽ ഭക്ഷണം കണ്ടെത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. നോക്കൂ, എന്റെ അവസ്ഥ വരെ മോശമായി. ശരി ശരി, അതൊക്കെ വിട്ടു ചിക്കു. എനിക്ക് വേഗം കഴിക്കാൻ എന്തെങ്കിലും താ. നല്ല വിശപ്പുണ്ട്. നിന്നെ നോക്കി എനിക്ക് നിന്റെ മാളം വരെ നടന്നു വരേണ്ടി വന്നു. സാധാരണ നീയാണല്ലോ വരാറുള്ളത്. ശരി ശരി, ഇതാ ഇത് കഴിക്കേ. ടുട്ടു ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ചിക്കു തളർന്ന് അവിടെ ഇരുന്നു പോകുന്നു. ദൂരെ ഇരുന്ന് മിൻറ്റി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൾ ചിക്കുവിന്റെ അരികിൽ വന്ന് ചോദിക്കുന്നു, അയ്യോ ചിക്കു, നിന്നെ കണ്ടിട്ട് നല്ല അസുഖമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഈ ടുട്ടു നിന്റെ സുഹൃത്തല്ലേ? എന്നിട്ട് അവൻ നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് മനസ്സിലായില്ലേ? അവൻ നല്ല വിശപ്പിലായിരുന്നു മിണ്ടി.
അതുകൊണ്ടാണ് അവൻ ശ്രദ്ധിക്കാത്തത്. പിന്നെ എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അതെന്താ? പക്ഷെ നീ ഇങ്ങനെ ഇരട്ടി പണിയെടുത്താൽ നിന്റെ നില കൂടുതൽ മോശമാകും. അവന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലെങ്കിൽ നീയെങ്കിലും സ്വന്തം കാര്യം നോക്കണ്ടേ ചിക്കു? ശരി മിണ്ടി, ഞാൻ ശ്രദ്ധിക്കാം. ഇപ്പൊ ഞാൻ പോകുക. എനിക്ക് നല്ല തളർച്ച തോന്നുന്നു. ശരി ചിക്കു. പാവം ചിക്കു തന്റെ മാളത്തിലേക്ക് പോയ ഉടനെ തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്തെങ്കിലും കഴിക്കാനുള്ള ശക്തി പോലും അവളുടെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്നില്ല. എന്നാൽ ടുട്ടു ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. കുറച്ചു ദിവസങ്ങൾ കൂടി ഇങ്ങനെ തന്നെ കടന്നുപോയി. ചിക്കു കഠിനാധ്വാനം ചെയ്ത് ഭക്ഷണം കൊണ്ടുവരും, ടുട്ടു അത് കഴിച്ച് സുഖമായി ഉറങ്ങും. എന്നാൽ ഒരു ദിവസം രാവിലെ, ഇത്രയും നേരമായോ? ഇന്ന് ചിക്കു ഭക്ഷണം കൊണ്ടുവന്നില്ലല്ലോ. അതെന്താ അങ്ങനെ? അവൾക്ക് എന്നെക്കുറിച്ച് ഒരു ഓർമ്മയുമില്ല. ഇപ്പോൾ തന്നെ പോയി ചോദിക്കണം. ടുട്ടു ദേഷ്യത്തോടെ ചിക്കുവിന്റെ മാളത്തിനരികിൽ ചെന്ന് അവളെ വിളിക്കുന്നു. ചിക്കു, എവിടെയാണ് നീ? ഇന്ന് ഭക്ഷണം കൊണ്ടുവന്നില്ലല്ലോ. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ചിക്കു കുറേ നേരമായിട്ട് മറുപടി നൽകാത്തപ്പോൾ ടുട്ടു മാളത്തിനുള്ളിലേക്ക് നോക്കുന്നു. അവിടെ ചിക്കു നല്ല ഉറക്കത്തിലായിരുന്നു. നോക്കിക്കേ, എപ്പോഴും എന്നെ വൈകി ഉറങ്ങുന്നതിന് കളിയാക്കുമായിരുന്നു. ഇന്ന് അവൾ തന്നെ ഉറങ്ങുന്നു. കൊള്ളാം. ചിക്കു, ഓ ചിക്കു. എന്നാൽ ടുട്ടു ചിക്കുവിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ ഞെട്ടിപ്പോയി. ചിക്കുവിന്റെ ശരീരം നന്നായി ചൂടായിരുന്നു. അവൾക്ക് ബോധമുണ്ടായിരുന്നില്ല. ഇതെന്താ ചിക്കു? നിനക്ക് എന്തു പറ്റി? എഴുന്നേൽക്കൂ ചിക്കു, എഴുന്നേൽക്കൂ. ടൂട്ടുവിന്റെ ശബ്ദം കേട്ട് ചുറ്റുവട്ടത്തുള്ള മറ്റു ചില അണ്ണാനുകളും അവിടെ എത്തുന്നു. അതിൽ മിൻറ്റിയും ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, ചിക്കുവിന്റെ ആരോഗ്യം ഇപ്പോൾ തീരെ വഷളായെന്ന് തോന്നുന്നു. ഇത്രയും ദിവസങ്ങളായി അവൾക്ക് സുഖമില്ലായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും നീ അത് ശ്രദ്ധിച്ചില്ല ടൂട്ടു. നിന്റെ കാരണത്താൽ ആ പാവം ഇരട്ടി ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ പിന്നെ ഇത് സംഭവിക്കാതെ ഇരിക്കുമോ? നിനക്ക് വേണ്ടി ഭക്ഷണം തേടുന്നത് നിർത്താൻ ഞാൻ അവളോട് പറഞ്ഞതുമാണ്. പക്ഷേ ആ സൗഹൃദം കാരണം അവൾ അത് കേട്ടില്ല. മിൻറ്റിയുടെ വാക്കുകൾ ടുട്ടുവിനെ വല്ലാതെ സ്വാധീനിച്ചു. അവൻ എല്ലാവരെയും അവിടെ വിട്ട് ഭക്ഷണവും മരുന്നുകളും തേടി കാട്ടിലേക്ക് ഓടിപ്പോകുന്നു. കുറച്ചു കഴിഞ്ഞവൻ എല്ലാം ശേഖരിച്ചു മാളത്തിലേക്ക് തിരിച്ചെത്തുന്നു. പേടിക്കണ്ട ചിക്കു, നീ വേഗം സുഖമാകും. ഞാനിതാ നല്ല മരുന്നുകളും ഭക്ഷണവും കൊണ്ടുവന്നിട്ടുണ്ട്. 2 ദിവസം ടുട്ടു ചിക്കുവിനെ നന്നായി ശുശ്രൂഷിച്ചു. അവൻ ഓടി നടന്ന് നല്ല പഴങ്ങളും വിത്തുകളും മറ്റു ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ചു. മടിയനായ ടുട്ടു ഇതെല്ലാം ചെയ്യുന്നത് കണ്ട് ചുറ്റുമുള്ള മൃഗങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു. 2 ദിവസത്തിന് ശേഷം ചിക്കുവിന് ബോധം വന്നപ്പോൾ തന്റെ മാളത്തിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഭക്ഷണശേഖരം കണ്ടവൾ അമ്പരന്നുപോയി. ഇതെന്താണ് ടുട്ടു? ഇതെല്ലാം ആരാ ശേഖരിച്ചത്? ഞാൻ തന്നെ. വേറെ ആര് ചിക്കു? നമ്മളിൽ ഒരാൾക്ക് വയ്യാതായാൽ മറ്റേയാൾ കഷ്ടപ്പെടണ്ടേ? എന്ത്? നീയാണോ ഇത്രയും കഠിനാധ്വാനം ചെയ്തോ? വാ, ഇത് അത്ഭുതം തന്നെ. ലോകത്തിലെ 8ാമത്തെ അത്ഭുതം. ഇനി എന്നും നിനക്കിത് കാണാൻ പറ്റും. അങ്ങനെ ടുട്ടു തന്റെ തെറ്റു മനസ്സിലാക്കി. ചിക്കുവിന്റെയും ടുട്ടുവിന്റെയും സൗഹൃദം കൂടുതൽ ശക്തമായി.